നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ വിബി എച്ച് ഹോം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് നല്ല ഒരു തിരുവാതിരപ്പുഴുക്ക് നാടൻ രീതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് കാലങ്ങളിൽ തിരുവാതിരപ്പുഴുക്ക് തയ്യാറാക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കാമേ. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാമേ. വീഡിയോയിലോട്ട് കിടക്കാം. പുഴുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് തികച്ചെടുത്തിട്ടില്ല. വൻപയർ, ചുമന്ന പയറുണ്ടല്ലോ, ചുമന്ന പയർ തൊലിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ, അതിൽ പൊടിയും മണ്ണും ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അത് നികത്തി വെള്ളം ഒഴിച്ച് കൊടുത്ത് കുക്കറിലേക്ക് വേവിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കാം. വൻപയർ വേവുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ ഒരു ചെറിയ കാച്ചിൽ, വെട്ടിയമ്പ് 2 എണ്ണം, പിന്നെ കൂർക്ക, ഒരു ചെറിയ കഷ്ണം ചേന, ഒരു പച്ചക്കായ, ഒരു കപ്പ. എനിക്കിതിൽ ചെറുകിഴങ്ങ് മാത്രം കിട്ടിയിട്ടില്ല കേട്ടോ. ഉരുളക്കിഴങ്ങല്ല, ചെറുകിഴങ്ങുണ്ട്. ചെറുകിഴങ്ങ് മാത്രം കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഇവയെല്ലാം കൂടെ ഒരു 8 ഐറ്റം ഉണ്ട്. ഈ 8 ഐറ്റം ഇട്ട് നമ്മൾ ഈ പുഴുക്ക് തയ്യാറാക്കുന്നുണ്ട്. ഇതിന് എട്ടങ്ങാടി പുഴുക്കെന്നുള്ള ഒരു പേരൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കിഴങ്ങിൻ്റെ എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മണ്ണും പൊടിയൊക്കെ എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാമേ. അങ്ങനെ നമ്മൾ സാധാരണ കപ്പപ്പുഴുക്കൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ ഇച്ചിരി വലിയ പീസുകളായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് കുഴഞ്ഞു പോകും, വെള്ളമായി പോകും. അതുകൊണ്ട് ഇച്ചിരി കുഴഞ്ഞിരിക്കത്തക്ക രീതിയിൽ കിട്ടാൻ വേണ്ടി ഇച്ചിരി വലിയ പീസുകളായിട്ട് ഇതുപോലെ ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള വൻപയർ ഇപ്പം വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. പയർ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പയർ വെന്തതിന് ശേഷം അത് കുറച്ച് വെള്ളം പയറിലുണ്ടെങ്കിൽ അത് കളയണ്ട, നമുക്കത് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള കിഴങ്ങെല്ലാം ഇട്ട് കൊടുക്കണം. കിഴങ്ങ് നികത്തി വെള്ളം കിടക്കുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കുക. എന്നാലേ ആ കിഴങ്ങെല്ലാം കൂടെ നല്ലപോലെ വെള്ളത്തിൽ കിടന്ന് കറക്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. ഇതിനെ നമുക്കൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കണേ. അതിനൊരു 2 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. സാധാ മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ മതിയാവും. ഒരു 1/4 ടീസ്പൂൺ ചെറുജീരകം, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 2 കറിവേപ്പിലയും, ഒരു 3/4 കപ്പ് തേങ്ങ. ഒരു മീഡിയം വലിപ്പമുള്ള തേങ്ങയുടെ 3/4% ഞാൻ തിരുമ്മി എടുത്തിട്ടുള്ളത് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ചതച്ചെടുക്കണം. അരയ്ക്കണ്ട, ചതച്ചെടുത്താൽ മതിയാവും. ചതച്ചെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. കിഴങ്ങെല്ലാം വെന്തോന്ന് നോക്കാം. നല്ലതുപോലെ ഒരു 1-2 പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് വരുന്നുണ്ട്. കൈ പൊള്ളുന്ന പേടിയുള്ളവർക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് നോക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതൊരു 1.5 മിനിറ്റ് സമയം ഒന്ന് തിളപ്പിക്കുക. അങ്ങനെ തിളപ്പിക്കുമ്പോഴത്തേക്കും ആ ഉപ്പെല്ലാം നമ്മുടെ കഷ്ണത്തിൽ പിടിക്കും. അങ്ങനെ തിളപ്പിച്ചെടുത്തതിന് 1.5 മിനിറ്റ് സമയം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമുക്ക് ഊറ്റിക്കളയണം. ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് വെള്ളം കളഞ്ഞതിന് ശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ വേവിച്ചെടുത്തിട്ടുള്ള കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള വൻപയറും, പിന്നെ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പും, കുറച്ച് കറിവേപ്പിലയും, ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നമ്മൾ തേങ്ങയുടെ അരപ്പിനും വൻപയറിനും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ കിഴങ്ങിന് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അതിന് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ തിരുവാതിരപ്പുഴുക്ക്, എട്ടങ്ങാടിപ്പുഴുക്കൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഉപ്പൊന്നും അങ്ങനെ നോക്കാറില്ല കേട്ടോ. നമ്മളത് നോയമ്പൊക്കെ നോറ്റ് തയ്യാറാക്കുന്ന ഒരു ദൈവികമായ രീതിയിൽ തയ്യാറാക്കുന്നതുകൊണ്ട് അതിന് വലിയ ടേസ്റ്റും കാര്യങ്ങളും നമ്മളങ്ങനെ നോക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ഊഹത്തിനനുസരിച്ച് വേണം ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ. ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വൻപയറൊക്കെ വേവിച്ചപ്പം ഉള്ള ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ അത് ഈ സമയം ഒഴിച്ച് കൊടുക്കാമേ. പുഴുക്കിൻ്റെ നമുക്ക് എത്ര തിക്നെസ് വേണോ, എത്ര കട്ടിയിൽ വേണോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇച്ചിരി തിക്കായിട്ടാണ് പുഴുക്ക് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇതൊരു 1 മുതൽ 2 മിനിറ്റ് സമയം ഒന്ന് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അരപ്പെല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ഒരു 2 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുത്ത് ഇപ്പോൾ ഒരു നല്ല തിക്കായിട്ടുള്ള നല്ലൊരു തിരുവാതിരപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 4 പേർക്കൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. പുഴുക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസ് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളമൊഴിച്ച് തയ്യാറാക്കിയെടുക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും നല്ലൊരു തിരുവാതിര ആശംസിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.